ഹലോ, എല്ലാ പേർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരാഴ്ചയായി എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനായി സാധിച്ചില്ല. അല്പം തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ സാധിക്കാത്തത്. ഇന്ന് ഞാനിവിടെ ഒരു ഫിഷ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 1 കിലോ മോദ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു മൺചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. കൂടാതെ എരിവിനായി 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. മുളകിൻ്റെ ഒരു പച്ച മണം പോകും വരെ ഒന്ന് വറുത്തെടുക്കാം. ടർമറിക് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ. ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കുടംപുളിയാണ്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നല്ലതുപോലെ കറി നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇവിടെ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർക്കാം. ഇവിടെ മീനെല്ലാം ഞാൻ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. മീൻ കുക്കാകും വരെ നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കണം. ഇവിടെ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് കുറച്ച് ഗ്രേവി ഉണ്ട് ഈ കറിയിൽ. ഗ്രേവി വേണ്ടാത്തവർ ഈ കറി കുറച്ച് നല്ലതുപോലൊന്ന് വറ്റിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.